ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഈ തീച്ചൂളയ്ക്ക് ഈ തീച്ചൂളയുടെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് വരെ അതിനകത്ത്, തീച്ചൂളയ്ക്കകത്ത് പെട്ടതുപോലെയുള്ള ജീവിതത്തിനകത്ത് നാം തുടർന്ന് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നാം മുന്നോട്ട് പോകുമെങ്കിൽ, ഈ തീച്ചൂള കഴിഞ്ഞുള്ള ഘട്ടം ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ ദൈവം നൽകും. യോസേഫ് പറഞ്ഞു, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. എനിക്ക് പരാതികളില്ല, എനിക്ക് പ്രശ്നങ്ങളില്ല. എന്റെ വേദനയിലും ഞാൻ അവിടുത്തെ സന്നിധിയിൽ താണിരുന്നു കർത്താവേ. എന്റെ താഴ്ചയുടെ അനുഭവത്തിലും അങ്ങയുടെ സന്നിധിയിൽ ഞാൻ താണിരുന്നു കർത്താവേ. എന്റെ പ്രതികൂലത്തിന്റെ സമയത്തും ഞാൻ താണിരുന്നു കർത്താവേ. എന്നെ നിന്ദിക്കുമ്പോഴും ഞാൻ താണിരുന്നു. ആമേ, താഴ്ചയിൽ താഴ്മയോടെ ഇരിക്കുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. വാഗ്ദത്തം നിവർത്തീകരിക്കാൻ പോകുകയാണ്. യോസേഫ് പറഞ്ഞു, ദൈവമാണ് എന്നെ അയച്ചത്. നിങ്ങൾക്ക് മുൻപേ നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ അയച്ചു. സാധാരണ കർത്താവായ യേശുവിലേക്ക് വരുമ്പോൾ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് ഇത്രയും വേദന സഹിച്ച് ഈ ക്രിസ്തുവിൽ കഷ്ടത അനുഭവിച്ച് ഇങ്ങനെ പോകേണ്ട കാര്യം? നോക്കിക്കേ, എത്ര ആളുകൾ ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. മറ്റുള്ളവർ വലിയ നന്നായി ജീവിക്കുന്നു, പക്ഷേ ഞാനോ വലിയ കഷ്ടത അനുഭവിക്കുന്നു. ക്രിസ്തുവിലായിട്ടും ചില പ്രതിസന്ധികൾ മറ്റുള്ളവരെക്കാൾ അധികം ഞാൻ അനുഭവിക്കേണ്ടി വരികയാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നത്, സഹോദരങ്ങളെ, അവരുടെ ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ മിസ്രൈമിലേക്ക് അയച്ചതാണെന്ന് യോസേഫിന് പറയാൻ കഴിഞ്ഞതുപോലെ ചില വെളിപ്പാടുകൾ ഇന്ന് പകൽ പ്രാപിക്കണം. കാരണം നിന്റെ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്കും കൂടെ വേണ്ടിയാണ് നിന്നെ ദൈവസന്നിധിയിൽ ദൈവം നിർത്തിയിരിക്കുന്നത്. അവിടെ താഴ്ചയിലും ഒരു മഹത്വം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നിന്നെ വാഗ്ദത്ത നിവർത്തിയിലേക്ക് നടത്തുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കൈകൊടുത്തു പറ, നീ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണ്. ഒന്നുകൂടെ ചേർത്തി പറ, യേശുവിൽ നീ ആയിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നീ ഒരു അനുഗ്രഹമാണ്. പക്ഷെ ഈ തീച്ചൂള അവസാനിക്കും, അതുവരെ വെയിറ്റ് ചെയ്യണം. ഈ തീച്ചൂള പോലെയുള്ള ജീവിത സാഹചര്യത്തിനകത്ത് പ്രതീക്ഷിക്കുന്നവർ കൈവിടും. ആശ്രയം ആരിൽ നിന്നുണ്ടാകത്തില്ല. വഴികൾ അടഞ്ഞിരിക്കും. വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും, ജീവിത അനുഭവങ്ങൾ. പക്ഷേ ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഈ തീച്ചൂളയ്ക്ക്, ഈ തീച്ചൂളയുടെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് വരെ അതിനകത്ത്, തീച്ചൂളയ്ക്കകത്ത് പെട്ടതുപോലെയുള്ള ജീവിതത്തിനകത്ത് നാം തുടർന്ന് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നാം മുന്നോട്ട് പോകുമെങ്കിൽ, ഈ തീച്ചൂള കഴിഞ്ഞുള്ള ഘട്ടം ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ ദൈവം നൽകുന്ന വഴികൾ, ആ അനുഗ്രഹത്തിന്റെ ചുവടുവയ്പ്
ഹല്ലേലൂയ. ചിലതൊക്കെ നിന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയങ്ങളായിരിക്കും. ഹല്ലേലൂയ. നാളുകളായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചത് യാദൃശ്ചികമായിട്ട് നിന്റെ അടുക്കലേക്ക് വരുന്ന ടൈമുകളായിരിക്കും. നിന്നെ കുറിച്ചിട്ടുള്ള സൗന്ദര്യം പുറത്ത് കാണിപ്പിക്കുന്ന ടൈമുകളായിരിക്കും. ഏതൊക്കെയോ തീച്ചൂളയുടെ നടുവിലൂടെ കടന്നു പോകുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ പ്രശ്നങ്ങളിൽ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാമെങ്കിൽ നിന്റെ തീച്ചൂളയ്ക്ക് ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്. അതിനകത്തുനിന്ന് നീ പുറത്തു വരുമ്പോൾ, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ, നിന്റെ സൗന്ദര്യത്തെ അവൻ ഒന്നുകൂടെ പറഞ്ഞാൽ നിന്നോടുകൂടെ ദൈവമുണ്ടെന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്ന നിലകളിൽ ദൈവം നിന്നെ മാനിച്ച് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന്റെ നിവർത്തിയിലേക്ക് നടക്കുന്ന വഴി അനുകൂലമല്ല, അനുഗ്രഹമാകണമെന്നില്ല. വഴികൾ ദുർഘടമാകാം, ജീവിതം പ്രയാസകരമാകാം. ആ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. കുശവനാണെങ്കിൽ ആ മണ്ണിനെ ചക്രത്തിന്റെ മേൽ വെച്ച് കുശവൻ ഇഷ്ടമുള്ള പാത്രമാക്കി കുശവൻ അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെ പ്രോസസ്സിംഗ് ഞാൻ ഒരിക്കൽ വിവരിച്ചതാണ്. പാത്രമാക്കിയ കുശവൻ എടുക്കുന്നത്, അതിന്റെ ആ മണ്ണിൽ നിന്ന് കല്ലുകളെല്ലാം നീക്കണം, ആ മണ്ണ് കുഴച്ച് ചക്രത്തിന്റെ മേൽ വയ്ക്കണം, അതിനെ രൂപപ്പെടുത്തി എടുക്കണം. ചിലപ്പോഴത് ഉടഞ്ഞു പോകാം. അതിനെ ചെത്തിയെടുത്ത് ഡിസൈൻ ചെയ്യണം, അതിനെ തീച്ചൂളയിൽ കൊണ്ടുപോയി വയ്ക്കണം. ഇവിടെയെല്ലാം ആ മണ്ണിന് അതിൻ്റെതായിട്ടുള്ള കഷ്ടം അനുഭവിക്കുന്നുണ്ട്. കാര്യം അതൊരു സൗന്ദര്യമുള്ള നല്ല പാത്രമായി നല്ല കുശവൻ ഡിസൈൻ ചെയ്തതുപോലെ അതിനെ പുറത്തെടുക്കണമെങ്കിൽ കുശവന്റെ കരത്തിലിരുന്ന പണികൾ നടക്കണം. ആ മണ്ണ് വിചാരിക്കുകയാണ് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ്, ഇനി ജീവിതം വേണ്ട എന്ന് പറഞ്ഞാൽ ആ കുശവന്റെ പ്ലാനിനനുസരിച്ച് പണിയാൻ കഴിയാതെ വരും. ആ നല്ല കുശവനാകുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന. കാര്യം വലിയ സൗന്ദര്യമുള്ള ജീവിതമായി സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. കാര്യം വാഗ്ദത്തം നിവർത്തീകരിക്കാൻ പോകുകയാണ്. അതിലേക്കുള്ള പാത, വാഗ്ദത്ത നിവൃത്തിയിലേക്കുള്ള പാത, അതെപ്പോഴും നല്ലതാകണമെന്നില്ല. അതിച്ചിരി വേഷമുള്ളതായാലും ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവത്തിനും മനുഷ്യർക്കും വിരോധമായി സംസാരിക്കുന്നത് നിർത്ത്. അടുത്ത ഘട്ടം നീ വാഗ്ദത്ത നിവൃത്തി കാണാൻ പോവുകയാണ്. ഓ, ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.